തേവലക്കര സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുറത്തുവരികയാണ്. കെട്ടിടം സുരക്ഷിതമാണെന്നാണ് ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്നത്. സൈക്കിൾ ഷെഡിനെ കുറിച്ച് സർട്ടിഫിക്കറ്റിൽ പരാമർശമില്ലെങ്കിലും അപകടകരമായ നിർമ്മിതികൾ ഇല്ലെന്ന് വ്യക്തമാക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂളിന് സർട്ടിഫിക്കറ്റ് നൽകുന്നു, മറ്റ് അപകടകരമായിട്ടുള്ള ഒരു നിർമ്മിതിയും ഈ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലുള്ള വിവരം. അതായത് കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട് കണ്ണൻ അവിടെ എത്തിയൊന്ന് പരിശോധിച്ചിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരുക്കി നൽകിയവർ അല്ലേ? ദിവിഷ്, ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ആരാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതിനുള്ള ഉത്തരം പറയാം. മൈനാഗപ്പള്ളി UDF ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്താണ് എന്ന് ഈ രേഖകൾ സഹിതം നമുക്ക് പറയാൻ സാധിക്കും. UDF ആണ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത്. അവിടുത്തെ ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത്. സർട്ടിഫിക്കറ്റ് നൽകിയത് മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ ആണ്. കെട്ടിടത്തിന്റെ ഭാഗമായി സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളോ നിർമ്മിതികളോ ഇല്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്നും ഈ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള AEയുടെ ആ കത്തിലുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ തന്നെ മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകനോട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് AE ആണ് റിപ്പോർട്ട് നൽകിയത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പറയേണ്ടതില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് 13 സ്കൂളുകളാണ് ഈ പഞ്ചായത്ത് പരിധിയിലുള്ളത്. ആ സ്കൂളുകളിലൊക്കെ തന്നെ പരിശോധന നടത്തി അത് കൃത്യമായി സ്കൂൾ പ്രവർത്തന യോഗ്യമാണോ, കുട്ടികൾക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് നൽകുക. അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് പഞ്ചായത്തിന്റെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോഴാണ് അതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. രേഖകളിൽ കൃത്യമാണ്. രേഖകളിൽ ഈ കെട്ടിടത്തിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ആ കെട്ടിടം കണ്ടതാണ്. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം, വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. ഓട് മാറി പലയിടങ്ങളിലും ചോർന്നു പോയിട്ടുണ്ട്. ആ സുരക്ഷയുടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ പലകകൾ, മരത്തിന്റെ പലകകൾ ഉപയോഗിച്ച് അവിടെ ചില ഭാഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. കുട്ടികൾ കയറിയാൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. ഈ സ്കൂളിൽ ഹൈസ്കൂളാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ചിലപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ സാധ്യത പോലും തള്ളാതെയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നിരുത്തരവാദപരമായിട്ടുള്ള റിപ്പോർട്ടാണ്. അല്പസമയം മുമ്പ് നമ്മൾ മന്ത്രി V. ശിവൻകുട്ടിയോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്തിന് വീഴ്ച പറ്റിയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടും എന്നുള്ള കാര്യവും മന്ത്രി പറയുകയുണ്ടായി. എന്ത് തന്നെയായാലും പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. നേരത്തെ UDF വലിയ ആരോപണങ്ങൾ LDF മേൽ ഉന്നയിച്ചു. എന്നാൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് UDF കൂടിയാണ്. അതായത് 29/5/2025 ആ തീയതിയിലാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. 2025-26 വർഷത്തേക്ക് ഈ സ്കൂളിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം ഇങ്ങനെ അക്കമിട്ട് മേൽക്കൂരയെ പറ്റി, ഫ്ലോറിനെ പറ്റി, മറ്റെന്തെങ്കിലും കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇല്ല എന്നുള്ള മറുപടിയാണ് ഈ എത്ര നിസ്സാരമായിട്ടാണ് ഒരു സ്കൂളിന്റെ സുരക്ഷയെ പറ്റി ഒരു പഞ്ചായത്ത് ഭരണകൂടം കണ്ടത്. UDF ആണ് ഭരിക്കുന്നത്. UDFന്റെ സംഘടനകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. അപ്പോൾ CPM-ന്റെ കീഴിലാണ്. LC സെക്രട്ടറിയാണ് മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ VD സതീശൻ ഇതിൽ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ആര് നൽകി എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. ഉത്തരമാണ് വരുന്നത്. UDF ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. കൃത്യമായി ആ സ്കൂളിൽ വേണ്ടത്ര പരിശോധന ഇതൊന്നും പോയിട്ട് പോലും ഉണ്ടാവില്ല. അതായത് നേരെ ഓഫീസിലിരുന്ന് എഴുതി കൊടുത്ത എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് എന്നതാണ്. വളരെ അപകടകരമായ നിലയിൽ വൈദ്യുതി ലൈന് തൊട്ട് താഴെ ഒരു ഷെഡുണ്ടെന്നതും അത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത നിലയിലാണ് അത് തമ്മിലുള്ള അകലം എന്നതൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ പോലും ഒരു പ്രശ്നവുമില്ല എന്ന് എഴുതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെ മേഖലകളിൽ സ്കൂൾ അധികൃതരിൽ, പഞ്ചായത്ത് അധികൃതരിൽ, KSFയിൽ അങ്ങനെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പല ലെയറുകളിലായിട്ടാണ് ഈ വീഴ്ച സംഭവിച്ചത്. ആ വീഴ്ചയുടെ ഫലം സർട്ടിഫിക്കറ്റ് പല അപനിർമ്മിതികൾക്കും നൽകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മറ്റു പല കെട്ടിടങ്ങൾക്കും ഇങ്ങനെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്കൂൾ കെട്ടിടമാണെന്ന് ഓർക്കണം. എത്രമാത്രം കുട്ടികൾ പഠിക്കുന്ന നാളെയുടെ ഭാവിയെ നയിക്കുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിന് വരെ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യമാണ്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 മെയ് മാസം 29-ാം തീയതി നൽകിയത്.